പ്രാണന്റെ ഉടയവനേ, പ്രാണനിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. രോഗമേ എന്നുള്ളിലേശുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ രക്തമെന്നാശ്രയം, രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ, തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരേ, നീ നിനക്കുള്ളതല്ലല്ലോ. നദി നിന്നെ കവിയില്ല സോദരരേ, എരുതി അണഞ്ഞിടും വൻ ശക്തിയാ, അലറുന്ന സിംഹങ്ങൾ മിണ്ടാതെയായി തീർന്നിടും അതിബലം നിന്നുള്ളിലേ. ചുഴലിക്കൊടുങ്കാറ്റതോ വൻതീരമാലകളോ പടകിനോടടുക്കുവാൻ കഴിവതില്ല, എന്നായകൻ യേശുണ്ട്. പ്രാണന്റെ ഉടയവനേ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിന് സോദരനേ, നീ നിനക്കുള്ളതല്ലല്ലോ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധം മാറി, താൻ സ്വസ്ഥയെന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിലറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞ്, എൻ്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടത് ആർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണ് വസ്തുത ഒക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥ ആയിരിക്കുക എന്ന് പറഞ്ഞു. രക്തസ്രവക്കാരിയായ സ്ത്രീക്ക് അവളുടെ വിശ്വാസം മൂലം സൗഖ്യം ലഭിക്കുന്നു. സൗഖ്യത്തിന് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ആവശ്യമാണ്. യേശുവാണ് സൗഖ്യമാക്കുന്നത്. വിശ്വസിക്കുന്നവർ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതിനൊന്നും മാറ്റയില്ല. അപ്പോൾ തന്നെ ഈ ഭാഗത്ത് ഒരു രോഗബാധിതയായ സ്ത്രീ, ഇവളെ സംബന്ധിച്ചോളം 1-2 വർഷമല്ല, 12 വർഷമായി, 12 സംവത്സരമായി രക്തസ്രവമാണ്. അപ്പോൾ തന്നെ പല വൈദ്യന്മാരെ കണ്ടു, ചികിത്സയൊന്നും ചെയ്യാതിരുന്നില്ല, എല്ലാ ചികിത്സയും ചെയ്തു. നമുക്ക് ചികിത്സ ഈ ലോകത്തിൽ ചെയ്യണം, തീർച്ചയായും ചെയ്യണം. രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ടോ? ഉണ്ട്. അപ്പോൾ തന്നെ വൈദ്യന്മാരാൽ സൗഖ്യമാക്കാത്ത അസുഖങ്ങളില്ലേ? തീർച്ചയായും. ആശ്വാസം തരാൻ മെഡിസിന് കഴിയുമെങ്കിൽ സൗഖ്യദായകനായ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ
യേശുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗങ്ങൾക്കും പൂർണ്ണ വിടുതലുണ്ട്. യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചാൽ, യേശു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം, യേശുവിൻ്റെ അടി ഇന്ന് മാനവരാശിക്ക് പാപമോചനം മാത്രമല്ല രോഗസൗഖ്യത്തിനും മുഖാന്തരമാണ്. അത് നാം വിശ്വസിക്കണം. ദൈവവചനം പറയാണ്, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണുക തന്നെ ചെയ്യും. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വൈദ്യശാസ്ത്രപ്രകാരം എൻ്റെ നട്ടെല്ല് സൗഖ്യമാക്കാൻ കഴിയുന്നതായിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ആ പ്രാർത്ഥനയിലൂടെ യേശു എൻ്റെ നട്ടെല്ല് സൗഖ്യമാക്കി. എൻ്റെ മാതാവിൻ്റെ ക്യാൻസർ യേശു സൗഖ്യമാക്കി. അത് ഇന്ന് മാത്രമാണ് ബൈബിളിൽ നാം ഉടനീളം വായിക്കുമ്പോൾ മുഴുവൻ സ്ഥലങ്ങളിലും യേശു പോയിടത്തെല്ലാം രോഗികളെ സൗഖ്യമാക്കി. അപ്പോസ്തല പ്രവൃത്തിയിൽ പറയാണ്, ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് അവൻ രോഗികളെ സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. യേശു തൻ്റെ രക്തവുമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ചെന്നിട്ട് പിതാവിൻ്റെ വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. പെന്തക്കോസ്ത് നാളിൽ അതാണ് സംഭവിച്ചത്. പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുക മാത്രമല്ല, പാഴും ശൂന്യമായ പ്രപഞ്ചത്തെ പറുദൂസിയാക്കിയ കർത്താവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ്, മരിച്ചതിനെ പോലും ജീവിപ്പിക്കുന്ന കർത്താവ്, ആ പരിശുദ്ധാത്മാവിന് നമുക്ക് ഊട്ടിനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. വിശ്വസിക്കുന്ന ഒരാൾ രോഗിയുടെ മേൽ കൈവച്ചാൽ അവിടെ സൗഖ്യം നടക്കും. ഈ ഭാഗത്ത് എന്താ സംഭവിച്ചത്? യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുകൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ പോലും അവിടെ സൗഖ്യം വരികയാണ്. യെസ്, ഇവിടെ രക്തസ്രാവക്കാരിയായ സ്ത്രീ വേറിയ വൈദ്യന്മാരായാൽ ചികിത്സിച്ചിട്ട് ഒട്ടും ഭേദം വരാത്ത പരവശയായ ആ സ്ത്രീ യേശു ക്രിസ്തുവിൻ്റെ വർത്തമാനം കേട്ട് അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. യെസ്, ഇന്ന് നിങ്ങൾക്ക് വൈദ്യശാസ്ത്രപ്രകാരം ഒരു സൗഖ്യം ലഭിക്കാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ, പൂർണ്ണ സൗഖ്യം ലഭിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ, ഇന്ന് യേശുവിൻ്റെ നാമത്താൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കും. യേശുവിൻ്റെ രക്തത്തിൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട്. ധൈര്യത്തോടെ പറയണം, രോഗമേ എൻ്റെ ഉള്ളിൽ യേശുവാണിരിക്കുന്നത്. നീ എൻ്റെ മുമ്പിൽ മുഴങ്കാൽ നിൻ്റെ മടക്കാൻ കൽപ്പിക്കുന്നു എന്ന് പറയാം. വിശ്വസിക്കുന്ന ഒരാൾ അങ്ങനെ വിശ്വാസത്തോടെ പറയുമ്പോൾ കടഭാരത്തോട് പറയണം, നീ എന്നെ തൊടത്തില്ല. യേശുവിൻ്റെ രക്തമാണ് എൻ്റെ ആശ്രയം. രക്തം എൻ്റെ മറവിടമാണ്. രക്തം എൻ്റെ കോട്ടയാണ്. യേശുവിൻ്റെ തിരുനിണത്താൽ എന്നെ വാങ്ങിയതാണ്, വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ആ യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന അസാധ്യമായ കാര്യങ്ങളോടെല്ലാം കൽപ്പിക്കണം, വിശ്വാസത്തോടെ കൽപ്പിക്കണം, വിഷയങ്ങൾ മാറാൻ കൽപ്പിക്കണം. രോഗത്തോട് പറയണം, എൻ്റെ ഉള്ളിൽ യേശുവുണ്ട്. അതാണ് വിശ്വാസം. ഇവിടെ ആ സഹോദരി അതാണ് ചെയ്തത്. ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൻ്റെ പുറവിൽ കൂടി അവൻ്റെ വസ്ത്രമെങ്കിലും തൊടാമെന്ന് വിചാരിച്ച് അവിടെ ചെല്ലുകയാണ്. ചെന്ന് ക്ഷണത്തിൽ അവൾ തൊട്ടു, അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവൾക്ക് രക്തസ്രവം നിന്നു എന്നാണ് പറഞ്ഞു. എത്ര വർഷമായിട്ട് ചികിത്സിക്കുന്ന? 12 വർഷമായി. രക്തസ്രവം നിന്നു. അപ്പോൾ ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, തൻ്റെ മേൽ നിറച്ചിരിക്കുന്ന ദൈവശക്തി തന്നിൽ നിന്ന് പുറപ്പെടുന്നത് അറിഞ്ഞു. ഇന്ന് നാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ നിന്ന് ദൈവീയ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും. യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന ഉള്ളിലെറിഞ്ഞ് പുരുഷാരത്തോട് ചോദിക്കുകയാണ്. ഇപ്പം എൻ്റെ വസ്ത്രത്തിൽ തൊട്ടതാരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരം നിന്നെ തിക്കുന്നതും തിരക്കുന്നതും കണ്ടിട്ട് എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നുവെന്ന് ചോദിച്ചു. അവനോ അത് ചെയ്തവളെ കാണാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ട് അവൻ്റെ മുമ്പിൽ വീണു വസ്തുതയൊക്കെയും പറഞ്ഞു. അപ്പോൾ യേശു പറയണം, മകളെ, നിൻ്റെ വിശ്വാസമാണ് നിന്നെ രക്ഷിച്ചത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വിശ്വസിക്കാം. യേശു ജീവനോടെ ഉണ്ടെന്നൊന്ന് വിശ്വസിക്കാം. യേശുവിന് നിങ്ങളുടെ അസാധ്യമായ വിഷയത്തെ സാധ്യമാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാം. മറിയോട് ദൂതൻ അങ്ങനെയാണ് പറഞ്ഞു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമായതില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന രോഗമാണോ, വിഷയമാണോ, വൈദ്യശാസ്ത്രപ്രകാരം നിങ്ങൾ തഴയപ്പെട്ടൊരു വ്യക്തിയാണെന്ന് എന്നെ കേൾക്കുന്നത്, ഇതൊന്ന് വിശ്വസിക്കാമോ? രോഗത്തോടൊന്ന് കൽപ്പിക്കാമോ? രോഗത്തോടൊന്ന് പറയാം, എൻ്റെ ഉള്ളിൽ യേശു ആയിരിക്കുന്നത്. ആ വിഷയത്തോട് നിങ്ങളൊന്ന് പറയാമോ, നീ എന്നെ തൊടത്തില്ല. യേശുവിൻ്റെ രക്തം എൻ്റെ ആശ്രയമാണ്, രക്തം എൻ്റെ കോട്ടയാണ്. എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നദി നിൻ്റെ മീതെ കവിയത്തില്ല.
തീ നിങ്ങളുടെ മുമ്പിൽ അണയും. കാര്യം എൻ്റെയും നിങ്ങളുടെ അകത്ത് ആ ബലം ദൈവം വെച്ചിരിക്കുകയാണ്. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുകയാണ്. ഇനി ചുഴലിക്കൊഴുക്കാറ്റാണോ, വൻ തിരമാലയാണോ, പടകിനോടടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷെ നായകൻ യേശു നിങ്ങളുടെ ജീവിത പടകിലുണ്ട്, മറക്കരുത്. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും വിശ്വാസത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ, തളർന്നിരിക്കുന്നവർ, മാനസികമായി ക്ഷീണത്തിലിരിക്കുന്നവർ, ഭാരത്തിലിരിക്കുന്നവർ, കുടുംബ തകർച്ചയിലിരിക്കുന്നവർ, ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവർ, യേശുവിൻ്റെ നാമത്താൽ വിടുതലാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഇന്ന് രോഗബന്ധനങ്ങൾ അഴിയട്ടെ. പ്രത്യേകിച്ച് ഇന്ന് രക്തസ്രവത്താൽ ഭാരപ്പെടുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ആ രോഗത്താൽ അബാധയാൽ ഭാരപ്പെടുന്നവർ, അബാധ ഒഴിഞ്ഞ് ഇവർ സ്വസ്ഥമാകാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. രോഗമേ എന്നുള്ളിൽ യേശുവുണ്ട്, നിൻമുട്ടുമടക്കുവാൻ കൽപ്പിക്കുന്നു. കടഭാരമേ നീ എന്നെ തൊടുകയില്ല, യേശുവിൻ രക്തമെന്നാശ്രയം. രക്തമെൻ മറവിടമേ, രക്തമെൻ കോട്ടയുമേ, തിരുനീണത്താൽ എന്നെ വാങ്ങിയവൻ എൻ ഹൃദയത്തിൽ വസിക്കുന്നതാ. പ്രാണന്റെ ഉടയവനെ, പ്രാണൻ നിൻ കയ്യിലല്ലേ, സന്ദേഹമെന്തിനു സോദരരെ, നീ നിനക്കുള്ളതല്ലല്ലോ.